ഹലോ, ഞാൻ നിങ്ങളുടെ ഡയനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി കഥ കേട്ടാലോ? പോവാം കഥയിലേക്ക്. എൻ്റെ പേര് ഉണ്ണീന്ന. വയസ്സ് 19 കേട്ടോ. ഒരു +2 ഒക്കെ കഴിഞ്ഞ് ചുമ്മാ നിൽക്കുന്ന സമയം. പോളിയിലൊക്കെ അഡ്മിഷൻ നോക്കിയിട്ടേക്കുക. ഒന്നും ആയിട്ടില്ല. ഇടയ്ക്കൊക്കെ കൂട്ടുകാരൻ്റെ കൂടെ ഇങ്ങനെ പ്ലംബിംഗ് പണിക്കൊക്കെ പോയി കറങ്ങി നടക്കില്ല എൻ്റെ പണി. പിന്നെ ട്യൂഷനും. അങ്ങനെ എൻ്റെ വീട്ടിൽ ട്യൂഷൻ പഠിക്കാൻ വരുന്ന 2 ചെറിയ കുട്ടികളുടെ അമ്മയായ അടുത്ത വീട്ടിലുള്ള ശ്രീജ ട്യൂഷൻ ഫീസിന് പകരം അവളെ തന്നെ എനിക്ക് തരാതെ പതിവ്. എൻ്റെ വീട് കഴിഞ്ഞിട്ട് 2 വീട് അപ്പുറത്ത് തന്നെ ആളുടെയും വീട്. അവള് വെള്ളം എടുക്കാനും എൻ്റെ വീട്ടിലെ വരാറ്. അപ്പോൾ അവിടെ പഞ്ചായത്ത് പൈപ്പൊന്നുമില്ല. ശ്രീജ നല്ലൊരു ആറ്റം ചരക്ക. 27 വയസ്സേ ഉള്ളൂ കേട്ടോ. ഒരു 34 സൈസ് മറ്റതും അത്യാവശ്യത്തിന് അതും. അവളുടെ ഭർത്താവ് കൂലിപ്പണിക്കാരന്. ആള് നല്ല വെള്ളടിയാണ്. വീട്ടിലങ്ങനെ പൈസ ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ വല്ലപ്പോഴും കൊടുക്കുന്ന പൈസ വെച്ചിട്ട് അവളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ ഫീസൊക്കെ തന്നിരുന്നു. അവൾ ചെറിയ ഉടായ്പാണെന്ന് കേട്ടിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവളുടെ ക്ലാസ്സിലെ പയ്യന്മാർ അടക്കം പിടിച്ചിട്ടുണ്ട് അത്ര. പക്ഷേ കളിക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല എന്ന അറിവ്. ഒരുത്തന് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് അതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ പറഞ്ഞുള്ള അറിവാട്ടോ. സത്യാണെന്നൊന്നും എനിക്കറിയില്ല. അതുപോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ശ്രീജയുടെ പിള്ളേരുടെ എക്സാം ആയ സമയം. 4 മാസമായിട്ടോ എനിക്ക് ഫീസ് തന്നിട്ട്. ചോദിക്കുമ്പോഴൊക്കെ തരാമെന്ന് പറയുന്നതല്ലാതെ തരുന്ന ലക്ഷണമൊന്നും കാണാതായപ്പോൾ ഞാൻ പിള്ളേരോട് ഇനി ക്ലാസ്സിന് വരണ്ടെന്ന് പറഞ്ഞു. പിള്ളേരത് ചെന്ന് ശ്രീജയോടും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് എക്സാം ആയതുകൊണ്ട് ശ്രീജ ഓടി വന്ന് കാര്യം ചോദിച്ചു. എനിക്ക് എന്തെങ്കിലും കിട്ടാനാ പഠിപ്പിക്കുന്നത്, അല്ലാതെ ചുമ്മാതൊന്നുമല്ല. ഫീസ് എന്നിട്ട് ക്ലാസ് എടുക്കാമെന്നും പറഞ്ഞു. അവള് കുറെ എന്നോട് സങ്കടമൊക്കെ പറഞ്ഞു കേട്ടോ. അവസാനം നാളെ ഫീസ് തരാമെന്നും പറഞ്ഞു. അങ്ങനെ പിള്ളേര് വന്നു. ക്ലാസ്സും കഴിഞ്ഞ് പോയി. പിറ്റേന്ന് എനിക്ക് പണിയില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ക്ലാസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെല്ലാവരും ജോലിക്ക് പോണതിനാൽ പകൽ ഞാൻ മാത്രമേ വീട്ടിൽ കാണാറുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പിള്ളേര് വന്നു. പക്ഷേ പൈസ കൊണ്ടുവരാത്ത ഞാൻ പിള്ളേരെ പറഞ്ഞു വിട്ടു. പിള്ളേരെ തിരിച്ചു ചെന്നപ്പോൾ ശ്രീജ വീട്ടിൽ വന്നു. ഞാനാണെങ്കിൽ അടുക്കളയിൽ പാത്രം കഴിക്കുകയായിരുന്നു. ഈ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തോണ്ടേ പാത്രമൊക്കെ ഇട്ടേക്കാൻ പറയും. ഏതെങ്കിലും വീട്ടിൽ വല്ലതും പറഞ്ഞാലോന്ന് ആലോചിച്ചിട്ടാ. അതുകൊണ്ട് ഞാൻ തന്നെ പണിയില്ലാത്ത ദിവസം എല്ലാ ജോലിയും വീട്ടിൽ ചെയ്യാറുണ്ട്. ജോലിയില്ലെങ്കിൽ തൂക്കലും തുടിക്കലൊക്കെ ഞാൻ തന്നെയാ. അത് ഭാവിയിലേക്ക് വിദേശത്ത് പോകുമ്പോൾ ഉപകരിക്കുമല്ലോ എന്നൊക്കെയുള്ള ചിന്തന എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീജ വിളിച്ചു. ഞാൻ അടുക്കളയിലാണെന്ന് കണ്ടപ്പോൾ നേരെ കയറി വന്നു. ശ്രീജ ചോദിച്ചു, എല്ലാവരും ജോലിക്ക് പോയാടാ? ഞാൻ പറഞ്ഞു, പോയല്ലോ. പിള്ളേരങ്ങ് വന്നില്ലേ? എന്തായി ഫീസിൻ്റെ കാര്യം? ഉണ്ണി, പൈസ ആയില്ലടാ. ചേട്ടൻ അറിയാലോ, പൈസ തരുന്നുമില്ലയോ. ഞാൻ പറഞ്ഞു, ചേട്ടൻ പൈസ തരുമ്പോൾ പിള്ളേരെ വിട്ടാറി. ഞാൻ വായിട്ടടക്കിയിരുന്നുള്ള പൈസ അല്ലേ ചോദിക്കുന്നുള്ളൂ. ശ്രീജ പറഞ്ഞു, എടാ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞു, ചേച്ചി അമ്മയാണ് പറയുന്നത്, ചുമ്മാ പഠിപ്പിക്കാനാണെങ്കിൽ നടക്കൂലെന്ന് പറയും. ശ്രീജ പറഞ്ഞു, ചേച്ചി എന്നോടും പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി? എങ്ങനെയും കുറച്ച് പൈസ തന്നാൽ ഞാൻ എന്തേലും പറഞ്ഞു നിൽക്കാം. ശ്രീജ പറഞ്ഞു, നിന്റെ കയ്യിൽ പൈസ എന്തെങ്കിലും ഉണ്ടോടാ? അവന് ഞാൻ പൈസ അങ്ങോട്ട് തന്നിട്ട് ക്ലാസ് എടുക്കണോ അപ്പോൾ? ശ്രീജ പറഞ്ഞു, അല്ലടാ, വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ തന്നതാണെന്ന് പറഞ്ഞ് കാണിക്കാൻ. ബെസ്റ്റ് ഐഡിയ ആണല്ലോ. ശ്രീജ, എക്സാം അല്ലേടാ പിള്ളേർക്ക്, അതാ. ശ്രീജ വലിയ കട്ടിയില്ലാത്തൊരു ചുവപ്പ് നൈറ്റിയൊക്കെ ആയിട്ടായിട്ടിരുന്നത്. പുറകിൽ നിന്ന് വെയിലടിക്കുന്നതിനാൽ ആളുടെ വടിവൊക്കെ നല്ലതുപോലെ കാണുകയും ചെയ്യും. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞ കാര്യമൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. ആളിപ്പോ സല്യൂട്ട് അടിക്കാനായിക്കും താഴെ. ടീച്ചർ പറഞ്ഞു, എന്താണ് ആലോചിക്കുന്നേ? നീ എങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ.
ഞാൻ പറഞ്ഞു, അതല്ല, ഞാൻ എൻ്റെ പൈസയൊക്കെ കാണിക്കാം. എന്ന് വെച്ചാലോ, ഞാൻ ഈ വായിട്ടലയ്ക്കുന്നതിന് എനിക്കെന്തെങ്കിലും പ്രയോജനം വേണ്ടേ? ഞാൻ അപ്പോൾ ശ്രീ ചോദിച്ചു, പൈസ പൈസ അത് ഞാൻ തരാടാ പോരെ. ഞാൻ പറഞ്ഞു, എന്ന് അതൊന്നും നടക്കില്ല. എനിക്ക് എന്തെങ്കിലും പ്രയോജനം വെറുതെ, ഞാൻ എന്തിനാ വെറുതെ. അപ്പോൾ ശ്രീജ, എന്ത് പ്രയോജനം നീ ഉദ്ദേശിക്കുന്നേ? അവളൊരു കള്ളച്ചിരിയോടെയാട്ടോ അത് ചോദിച്ചേ. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൈസ കാണിക്കാം, അതിനനുസരിച്ച് ഫീസിൻ്റെ കാര്യവും പരിഗണിക്കാം. ഞാനും ഒരു കള്ളച്ചിരി ചിരിച്ചു. ശ്രീജ, അപ്പോൾ നല്ല പ്രയോജനം ഉണ്ടെങ്കിൽ ഫീസ് വേണ്ടെന്ന് വെക്കുമോ? ഞാൻ പറഞ്ഞു, പ്രയോജനം നോക്കി അതും പരിഗണിക്കാം. ശ്രീജ, ആരെങ്കിലും വരുമോ ഇപ്പം ഇങ്ങോട്ട്? ഞാൻ പറഞ്ഞു, എല്ലാവരും ജോലിക്ക് പോയില്ലേ, ഇനി വൈകിട്ട് നോക്കിയാൽ മതി. എന്താ, ആരും കണ്ടുകൂടാത്ത വല്ലതും ആണോ? ശ്രീജ, നിനക്ക് ഫീസിന് വരെ എന്തെങ്കിലും വേണം എന്നല്ലേ? അത് നല്ലതാണെങ്കിൽ പിന്നെ ഫീസും തരണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നല്ലതാണെങ്കിൽ ഞാൻ പരിഗണിക്കാം. അവളൊന്ന് ദീർഘശ്വാസം എടുത്തു, പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് വാനിടത്ത് നിന്ന് അടുക്കളയിൽ ഞാൻ നിന്ന സ്ഥലത്തേക്ക് വന്നു. പുറത്തൊക്കെ വീണ്ടും നോക്കി, ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി എന്നെ നോക്കിയിരുന്നു. പുഞ്ചിരിച്ചു. എൻ്റെ നെഞ്ചപ്പോ പടപടാന്നിരിക്കുകയായിരുന്നു. അവിടെ ഒരു കൈൻ്റെ നെഞ്ചത്തേക്ക് വെച്ചിട്ട് അവിടേക്ക് ഇങ്ങനെ തടവി എന്നെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ താഴ്ത്തി. ആള് ഓടക്കുഴലൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ശ്രീജ പറഞ്ഞു, ഇത് ഞാൻ നീ മാത്രമേ അറിയാവൂ, വേറെ നിന്റെ കൂട്ടുകാരോടും പോലും പറയരുത്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ അല്ലെങ്കിലും എങ്ങനെ എല്ലാവരോടും പറയും? ശ്രീജ പറഞ്ഞു, ഞാനേ പറഞ്ഞതേ ഉള്ളൂ. ആള് കൈ കൊണ്ട് പരിപാടി തുടങ്ങി. അവളുടെ വായുടെ ചൂട് ഞാൻ അത് ഇപ്പോഴും മറന്നിട്ടില്ല. അസുഖം പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്ന നിമിഷം ആളിങ്ങനെ തല മുന്നോട്ടും മുന്നോട്ടൊക്കെ ആക്കുമ്പോഴേ ഞാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും ആളതിങ്ങനെ നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് പോരാ. ശ്രീജ പറഞ്ഞു, ഇവിടെ എനിക്ക് പേടിയാ, ആരെങ്കിലും വന്നാലോ, അതുകൊണ്ടാ. ഞാൻ പറഞ്ഞു, ചോദിച്ചു, എന്തിനാ പേടി? ആരും വരില്ലല്ലോ ഇനി. ഓള് പറഞ്ഞു, എന്നാലും വേണ്ട, ശരിയാവില്ല. ഞാൻ പറഞ്ഞു, ഇത് ഇന്നത്തെ ക്ലാസ്സിനുള്ളതേ ആയിട്ടുണ്ട് കേട്ടോ. ഓഹോ, എന്നാ നാളെയും ഞാൻ ഈ ഫീസ് തന്നെ തരാം. ഞാൻ പറഞ്ഞു, ഇതേ ഉള്ളെങ്കിൽ അധികം ഫീസ് വേണ്ട, എനിക്ക് മൊത്തം ഫീസും വേണം. ശ്രീജ പറഞ്ഞു, മറ്റന്നാൾ എക്സാമാണ് പിള്ളേർക്ക്, മൊബൈലിൽ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് വിളിക്കാം, അപ്പോൾ വന്നാൽ മതി. വണ്ടിയിൽ വൈകിട്ടേ വരൂ, വണ്ടി വൈകിട്ടല്ലേ വരുള്ളൂ. ശ്രീജയുടെ അനിയത്തിയാണെങ്കിൽ അടുത്താണ് താമസം, അതാണ് മൊബൈലിൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ശരി, മൊത്തം ഫീസ് തന്നാലേ മറ്റന്നാൾ തൊട്ട് ക്ലാസ്സിൽ കേട്ടോ. അങ്ങനെ ആള് സമ്മതിച്ചു. ഞാൻ എന്നാ ഇപ്പോൾ ഫീസ് ഒന്ന് തീർക്ക്. ശ്രീജ ചിരിച്ചോണ്ട് വീണ്ടും പരിപാടി തുടങ്ങി. നല്ലതുപോലെ സുഖിപ്പിക്കുന്നുണ്ട് കേട്ടോ. എനിക്കതൊക്കെ ഒന്ന് സെറ്റായെന്ന് മനസ്സിലായി. ആള് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നിങ്ങളൊന്ന് ഊഹിച്ചെടുത്തുള്ളൂ. നടക്കേണ്ടതൊക്കെ അവിടെ നടക്കി സംഭവിച്ചു ഗൈസ്. ചെറുതായിട്ടൊക്കെ ഇട്ടാ മുഴുവനല്ല. ഞാൻ പറഞ്ഞു, എന്നെ ഒക്കെ ഇട്ട് ഞാനൊന്നും ചെയ്തില്ലല്ലേ, മോശമല്ലേ മോളെ. ആള് പറഞ്ഞു, ഞാൻ വേണ്ട, ഞാനെല്ലാം തരാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ തന്നെ ചെയ്യിച്ചോളാം. ഞാൻ പറഞ്ഞു, അതൊക്കെ ചെയ്യാം, പക്ഷേ ഇന്ന് രാത്രിയാക്കാൻ എന്തിലൊക്കെ വേണ്ടേ, പ്ലീസ്. ഞാൻ പറഞ്ഞു, ഒന്നും അയക്കാനൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നെ എടുത്തോളാം. 5 മിനിറ്റ്, ഓക്കെ. ശ്രീജ, ഇവനെ കൊണ്ട് തോറ്റ്, വേഗാവട്ടെ, പിള്ളേരിപ്പോൾ വരും. ഞാൻ പറഞ്ഞു, പിള്ളേര് വന്നിങ്ങ് കയറിയൊന്നുമില്ല, ബുക്കെടുത്ത് വരാൻ പറഞ്ഞോടാം. ഞാനങ്ങനെ
ചെറുതായിട്ട് ആളുമായിട്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങി. സ്മൈൽ ഉണ്ടായിരുന്നെങ്കിലും ആളിങ്ങനെ രസിക്കേണ്ടത് എനിക്ക് മനസ്സിലായി. ആരെങ്കിലും വന്നാലോ എന്ന പേടി കൊണ്ട് വേഗം തീർക്കാൻ നോക്കിയത്. പിന്നെ അവൻ്റെ ബലം കണ്ടപ്പോൾ ഇടാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു. ആള് വീണ്ടും എൻ്റെ അവിടെ കൈവച്ചു. പിന്നെ പറഞ്ഞു, ഇങ്ങനെ എന്നെ സംഭവിക്കുകയാണ്. ഓ, ഞാനിങ്ങനെ വീണ്ടും അവളോടും അവൾ എന്നോടൊക്കെ ആയിട്ട് ഞങ്ങളുടെ ശ്വാസത്തിൻ്റെ വേഗം ഇങ്ങനെ കൂടി. എല്ലാം ടോപ്പായി എന്ന് മനസ്സിലായി. ഞാനിങ്ങനെ അവളെ നോക്കി. ഞാൻ പതുക്കെ പിന്നെ അത് തന്നെ ഒരുപാട് നിറമൊന്നും ഇല്ലാത്തൊരു ഇതാട്ടോ. ഞാനതൊക്കെ ഇങ്ങനെ പതുക്കെ പിന്നെ വലുതും ഇടതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ മേളത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. തക്കം കിട്ടിയ നല്ലതുപോലെ താഴേക്ക് ഇരുന്നാക്കണമെന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ താഴേക്ക് പോയി. അപ്പോൾ അവിടുത്തെ വല്ലാത്ത മണം എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. അവിടെ ഇങ്ങനെ മൂക്ക് കൊണ്ടിരിച്ചപ്പോൾ അതിങ്ങനെ വല്ലാത്ത ആകർഷണീയായിരുന്നു. അപ്പോഴേക്കും പിള്ളേര് മുറ്റത്തുനിന്ന് വിളിക്കുക. ഞാൻ കുട്ടികളോട് പറഞ്ഞു, എന്താടാ പഠിക്കാൻ വരാത്തെ? ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ. അപ്പോൾ ആ പിള്ളേര് പറഞ്ഞു, അമ്മ വന്നില്ലല്ലോ. അമ്മ എവിടെ? ചേട്ടനോട് സംസാരിക്കുമെന്ന് വിചാരിച്ചു ഞങ്ങൾ വന്നേ. മോൻ എന്നാ താഴോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ബുക്ക് എടുത്തിട്ടോ? പിള്ളേര് പറഞ്ഞു, അമ്മ വന്നിട്ട് വരാം, കമ്മിറ്റിയിൽ മാമി അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, പോയി ബുക്കൊക്കെ എടുത്ത് വെക്ക്. അമ്മ വരുമ്പോൾ ഇങ്ങ് വരണം കേട്ടോ. പരീക്ഷയ്ക്കുള്ള വിഷയം മാത്രം മതി, എല്ലാം പൊക്കിക്കൊണ്ട് വരണ്ട. പിള്ളേര് ഒന്ന് പറഞ്ഞിട്ടങ്ങ് പോയി. ഞാൻ വീണ്ടും ആളുടെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് അങ്ങനെ ഓരോന്നും തുടങ്ങിയപ്പോഴത്തേക്കും അവൾ സമ്മതിച്ചിട്ടില്ല. നാളെ വരാം, ഇനി ലേറ്റായി പ്രശ്നമൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് കണ്ടോട്ടെ. അവൾ അതൊന്നും സമ്മതിച്ചില്ല. അവസാനം ഒരു ഇത്തിരി ബലം പ്രയോഗിച്ച് അവളെങ്ങനെ അത് കണ്ടു. ആദ്യം സമ്മതിച്ചില്ലല്ലോ. ഇന്ന് ഇതൊക്കെ മതി, നാളെ തിരിച്ചുമാക്കി തരാം എന്ന് തീർത്തും പറഞ്ഞപ്പോൾ ആരും കാണല്ലേ, പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് അവൾ സമ്മതിച്ചു. ഞാൻ ഒന്നുകൂടി ഒരു ശ്രമം നടത്തി. പക്ഷെ അവളെ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ തന്നെ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറായിരുന്നു പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവളെ ഇറങ്ങി വീട്ടിലേക്ക് പോയി. അന്ന് വരെ ഇല്ലാത്തൊരു തുടിപ്പും കുലുക്കും ഒക്കെ അതിലുണ്ടെന്ന് എനിക്ക് അപ്പം തോന്നി. നാളെ ഫീസ് നമുക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അത് മൊത്തം കിട്ടുമല്ലോ എന്ന് കരുതി സമാധാനിച്ചുകൊണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അന്ന് രാത്രി അതിൻ്റെയൊക്കെ മണമോർത്ത് ഞാൻ എൻ്റെ കലാപരിപാടി സ്വയമേ അങ്ങ് നടത്തി. പിറ്റേന്ന് അവളുടെ കെട്ടിയ പണിക്ക് പോയില്ല. പക്ഷേ ആള് കുളിക്കാൻ പോയ സമയത്ത് മൊബൈൽ എന്തോ ചെയ്യണമെന്നും പറഞ്ഞ് അവൾ വീട്ടിൽ വന്ന് വേഗം അതിങ്ങനെ ഇതാക്കിയിട്ട് എല്ലാം സെറ്റാക്കി തന്നു. അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു. തൃപ്തിയായില്ലെങ്കിലും ആളുള്ളത് കൊണ്ട് അവളൊന്നും ചെയ്യാൻ പോയില്ല. ഞാൻ പറഞ്ഞു, ഒന്നും ആയില്ല എനിക്ക്, എന്നാലും സാരല്ല, ആളുള്ളതല്ലേ, എല്ലാം നാളെ മതി. അതോ നാളങ്ങനെ വീട്ടിൽ കാണുമോ? പണിയാവോ? ശ്രീജ പറഞ്ഞു, നാളെ നിന്ന് തൃപ്തിപ്പെടുത്തിയേ വിടുന്നുള്ളൂ, പോരെ? അവിടെ ആകുമ്പോൾ എനിക്ക് പേടിയില്ല. ചേട്ടൻ നാളെ പണിയുണ്ട്, ഞാൻ ചോദിച്ചായിരുന്നു. അവന് കള്ളി ചോദിച്ചു വെച്ചല്ലേ രാവിലെ തന്നെ. പിന്നെ ഫീസ് കൊടുക്കാതെ പിള്ളേരെ ഇറക്കി വിട്ടാലോ? അല്ലാതെ വേറൊന്നും ഇല്ലേ? അല്ലാതെന്ത്? ചേട്ടനൊന്നും ചെയ്യാറില്ലേ? അത് വല്ലപ്പോഴും, അതിൻ്റെ സുഖവും എന്തേലും നോക്കി കാട്ടിക്കൂട്ട് ഉറങ്ങും, അത്ര തന്നെ. ഞാൻ പറഞ്ഞു, നാളെ പരിപാടി ഞാൻ കാണിക്കില്ല, എല്ലാ സുഖവും തരാം. പക്ഷേ നീ നല്ലപോലെ വേദനയൊക്കെ സഹിച്ച് സഹകരിക്കണം. ശ്രീജന്, അത്രയ്ക്ക് വേദനിക്കലെന്താ? ഞാൻ പറഞ്ഞു, പുറമേ അപ്പം വേദനിക്കുമല്ലോ. ശ്രീജന്, അയ്യോ അത് വേണ്ട. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് തോന്നുന്നതെല്ലാം ചെയ്യും, പതുക്കെ, പരമാവധി വേദനിപ്പിക്കാതെ. സമ്മതിച്ചില്ലെങ്കിൽ ഫീസ് തരണം. നാളെയല്ലേ, പതുക്കെ വേണം കേട്ടോ, ഞാൻ പോട്ടെ, അങ്ങേര് വന്നു കാണും. ഞാൻ പറഞ്ഞു, നെല്ലി ഇത് കൊണ്ടുവെക്കോ?
ഞാൻ മോളിൽ പോയിട്ട് അതിങ്ങനെ എടുത്തുകൊണ്ടുവന്ന് അത് നോക്കിയപ്പോൾ അതിലാണെങ്കിൽ എൻ്റെ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ശ്രീജ ചോദിച്ചു, രാത്രി ഉറങ്ങിയില്ലേ? മൊത്തം ലോഡ് ഉണ്ടല്ലോ. ഞാൻ മുന്നേ അതിൻ്റെ മണം മതി മോളെ, നീ പോയേ, ഇനി നിന്നാ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഞാൻ പോവാന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് തിരിഞ്ഞു നിന്ന് അവളിട്ടിരുന്നത് ഇങ്ങനെ തന്നിട്ട് പോയി. ഒരു പെണ്ണ് അതിങ്ങനെ ഒരിടുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേറൊന്നും കണ്ടില്ലല്ലോ. ആ കാഴ്ച ഞാനിങ്ങനെ നോക്കി നിന്ന് പോയി. ഞാൻ ഒരിതെൻ്റെ തന്നിട്ട് ഇന്നലെ ഇടുന്നത് എൻ്റെ മേടിച്ചുകൊണ്ടും പോയി. എന്നിട്ട് പറഞ്ഞു, തൽക്കാലം ഇന്ന് ഇതുകൊണ്ട് തൃപ്തി അടഞ്ഞു, നാളെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ഞാനപ്പോൾ ആലോചിച്ചു, ഇന്നും കഴിക്കും പണി ഇന്ന്. ശരി പറഞ്ഞ അടിച്ചതാക്കണ്ട, എനിക്ക് നാളെ വേണം. പിന്നെ നീ ഇതിട്ട് കിടക്ക്, നാളെ വരുമ്പോൾ കൊണ്ടുവാ. എനിക്ക് അവിടുത്തെ ആ ഒരു ഇതൊക്കെ ഒന്ന് ഇഷ്ടം. ചേട്ടൻ്റെ തോട്ടി കുളിക്കാൻ പോകുമ്പോൾ അങ്ങേറ്റത്തൊക്കെ കൈക്കൊണ്ട് വരും. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആ ഒരു ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നീ ആട് കൊള്ളാലോ, നാളെ വിളിക്കാം. അവള് വേഗം പോയി. ഞാനതൊക്കെ എടുത്തിട്ടു. എനിക്ക് പാകമായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ അവിടെ കിടക്കാൻ പാടായിരുന്നു. വ്യത്യാസമല്ലേ? ഞാൻ പുറത്ത് വന്നപ്പോൾ അവളുടെ ചേട്ടൻ കുളിയും കഴിഞ്ഞ് എഴുന്നതേ ഉണ്ടായിരുന്നു. ഞാൻ ആളെ നോക്കിയൊന്ന് ചിരിച്ചു. നിന്റെ ഭാര്യ ഞാൻ നാളെ ഇതാക്കൂടാ എന്ന് മനസ്സിൽ പറഞ്ഞു. അന്നങ്ങനെ ഞാൻ ഈ കരിപ്പരിപാടിയൊന്നും നടത്തിയില്ല. അതോന്നിങ്ങനെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങി. ആ ഉറക്കത്തിലൂടെ നമ്മുടെ കഥയോടെ അവസാനിക്കുക. അപ്പോൾ ആള് വീട്ടിൽ പോയോ, അതോ ശ്രീജി ഇങ്ങോട്ട് വന്നോ, എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ വേഗം തന്നെ അടുത്തതായിട്ട് കാണാം. ബൈ.